കഥ കേട്ടാലോ? പനിനീർ പൂവിന്റെ കഥ. വീട്ടുമുറ്റത്തെ പനിനീർ ചെടി ആദ്യമായി പൂക്കുകയാണ്. പനിനീർ പൂവ് പതുക്കെ കണ്ണു മിഴിച്ചു. കണ്ണുകളിൽ പറ്റി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ കുടഞ്ഞു കളയാൻ വേണ്ടി അവൾ മുഖമൊന്നു കുലുക്കി. അവളെ സഹായിക്കാൻ ഒരു നേരിയ കുളിർക്കാറ്റെത്തി. ഡബ് ഡബ് എന്ന് 3-4 മഞ്ഞുതുള്ളി നിലത്ത് വീണു. നീ എന്താ കരയുകയാണോ? തലേ ദിവസം വിരിഞ്ഞ ഒരു ചെമ്പരത്തി പൂവ് ചോദിച്ചു. അല്ല, പുഞ്ചിരി കൊണ്ട് തുടുത്ത വിടർന്ന മുഖവുമായി പനിനീർ പൂവ് മറുപടി പറഞ്ഞു. ഈ സുന്ദര ലോകത്തിൽ ആരെങ്കിലും കരയുമോ? നോക്കൂ, അതാ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു. കണ്ണെടുക്കാൻ തോന്നുന്നില്ല. എന്തൊരു ചന്തം! കാണാം, കുറച്ചുകൂടി കഴിയട്ടെ, സൂര്യൻ നിന്നെ വാട്ടി പൊരിക്കും. എന്തൊരു സുഖമുള്ള കാറ്റ്! ചെമ്പരത്തി പൂവ് പരിഹസത്തോടെ ചിരിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് 4-5 വയസ്സ് പ്രായമുള്ളൊരു ചെറിയൊരു കുട്ടി ഇറങ്ങി വന്നു. പുതിയൊരു പനിനീർ പൂവ്, എന്തൊരു ഭംഗി! കുട്ടി ചെടിയുടെ അടുത്തു വന്ന് പൂ പറിക്കാൻ കൈ നീട്ടി. പനിനീർ പൂവ് പേടിച്ച് വിറച്ച് അവൾ കഴിയുന്നത്ര തല പൊക്കി പിടിച്ച് ഇളക്കാതെ നിന്നു. ചെമ്പരത്തി പൂവ് ചിരിച്ചു. ആൾ എത്തുന്നില്ല, കുട്ടി പറഞ്ഞു. ഒരിളം കാറ്റ് വീശി. കള്ളക്കാറ്റ്. ചെടിയുടെ ചില്ലേക്കു തല കുനിക്കേണ്ടി വന്നു. കൂടെ മനസ്സില്ല മനസ്സോടെ പൂവിനും. കുട്ടിയുടെ കൈ പൂവിന്റെ തണ്ടിന്മേൽ തൊട്ടു. ഒരു നിമിഷം എല്ലാം നശിച്ചു കഴിഞ്ഞുവെന്ന് പൂ ഭയപ്പെട്ടു. ചെമ്പരത്തി പൂ പോലും ശ്വാസമടക്കി നിന്നു. പക്ഷേ സഹോദരനായ മുള്ള് ഇത്തവണ പൂവിനെ രക്ഷിച്ചു. കുട്ടിയുടെ കയ്യിന്മേൽ മുള്ളു തറച്ച് ചോര വന്നു. കുട്ടി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. നീ ഇപ്പോഴും വിളറി നിൽക്കുന്നതെന്തിന്? ഇനി കുറച്ചു നേരത്ത് ഒന്നും പേടിക്കാനില്ല, മുള്ളു പറഞ്ഞു. എന്റെ കഥ കഴിഞ്ഞുവെന്നു തന്നെ ഞാൻ വിചാരിച്ചു പോയി, പൂവ് പറഞ്ഞു. നീ വിചാരിച്ചതുപോലെ സുന്ദരമല്ല ലോകമെന്ന് നിനക്ക് മനസ്സിലായോ? ചെമ്പരത്തി പൂവ് ചോദിച്ചു. വെയിലിനു ചൂട് കൂടി തുടങ്ങി. പനിനീർ പൂവിന് ദാഹവും തളർച്ചയും തോന്നി. അവളുടെ മുഖം മങ്ങി. ചെമ്പരത്തി പൂവ് വാടിച്ചുരുങ്ങി. ഒരു കാറ്റ് വീശിയാൽ വീഴുമെന്ന് നിലയിലായി. ആ സമയത്ത് ഒരു യഹൂദി വീട്ടിനകത്തു നിന്ന് ഇറങ്ങി വന്നു. പുതിയ പനിനീർ പൂവ് കണ്ട് അവളും നോക്കി നിന്നു. യുവതി പൂ പറിക്കാൻ കൈനീട്ടി. ഇതാ ജീവിതം അവസാനിക്കുകയാണ്, പൂവ് വിചാരിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് ചെമ്പരത്തി പൂവിനോട് യാത്ര ചോദിച്ചു. ചെമ്പരത്തി പൂവ് വ്യസനത്തോടെ തലയാട്ടിക്കൊണ്ട് ഞെട്ടറ്റു നിലത്ത് വീണു. കൂർത്ത കല്ലിന്മേൽ ബോധമറ്റു കിടക്കുന്ന ചെമ്പരത്തി പൂവിനെ നോക്കി നിന്ന പനിനീർ പൂവ് സ്വന്തം വേദനകൾ മറന്നു. അപ്പോൾ അകത്തു നിന്ന് ആരോ യുവതിയെ വിളിച്ചു. അവൾ പൂ പറിക്കാൻ നിൽക്കാതെ ധൃതിപ്പെട്ടുപോയി. ഇത്തവണയും ഞാൻ രക്ഷപ്പെട്ടു, പനിനീർ പൂവ് ആഹ്ലാദിച്ചു. ചെമ്പരത്തി പൂവ് മറുപടി പറഞ്ഞില്ല. അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. ഉച്ചവെയിലത്ത് വാടിപ്പരിഞ്ഞു നിൽക്കുമ്പോൾ പനിനീർ പൂവ് ചെമ്പരത്തി പൂവിനെ ഓർത്തു. വെയിലാറിയപ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീ വീട്ടിനകത്തു നിന്ന് വന്നു. ഈ പുതിയൊരു പൂവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, പൂജയ്ക്ക് പറ്റിയ പൂവാണല്ലോ ഇത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പൂ പറിച്ചെടുത്തു. പെട്ടെന്ന് വന്നു ചേർന്ന ഈ ആപത്തിൽ പൂവ് ഉള്ളുരുക്കി കരഞ്ഞു. എന്നെ കൊണ്ട് പ്രയോജനമില്ലല്ലോ, മുള്ള് വേദനപ്പെട്ടു. മകളെ, ഓമൻ മകളെ, ആ ചെടി വിലപിച്ചു. അമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് നിസ്സഹായായി പനിനീർ പൂവ് വൃദ്ധയോടെ കൈകൊടുക്കുന്നതിൽ കിടന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.